Hello everyone, welcome to the class. In this class, we are going to discuss chapter number 10 Philosophy of the Constitution. അപ്പോൾ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മലയാളം എന്ന് പറയുന്നത് ഭരണഘടനയുടെ തത്വശാസ്ത്രങ്ങൾ എന്നാണ്. തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കുറച്ചും കൂടി ഒരു ലാർജ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് അതിൽ നമ്മൾ കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരുപാട് ലിമിറ്റുകളുണ്ടല്ലേ, കോൺസ്റ്റിറ്റ്യൂഷന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ പലതരത്തിലുള്ള ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട്, അതുപോലെ പല വാല്യൂസും ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വെറും കുറേ നിയമങ്ങൾ മാത്രമാണെന്നാണ് ഒരു വിഭാഗം ആൾക്കാരുടെ അഭിപ്രായം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് ലോസ്, അതായത് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ വേണ്ടി എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. മറ്റൊരു വിഭാഗം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് ഓൺലി ലോസ് ബട്ട് ഓൾസോ ഇറ്റ് റെസ്പെക്ട് അവർ വാല്യൂസ് ആൻഡ് മോറൽസ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസങ്ങളും അത് കോൺസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് വാല്യൂ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഇക്വാലിറ്റി അല്ലെ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സമത്വം, എല്ലാവരും ഒരേപോലെയാണെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും അത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാർക്കും തുല്യ അവകാശമാണ്, തുല്യ അധികാരമാണ്, ഒരാളെയും ഒന്നിന്റെ പേരിലും എന്ത് ചെയ്യാൻ പാടില്ല, ഹരാസ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ഫ്രീഡം, നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ എന്താണ്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. ഇപ്പൊ ഒരു മിലിറ്ററി റൂളാണെങ്കിൽ ഇത് നടക്കുമോ? ഇല്ല. കാരണം എന്താണ്, അവിടെ മിലിറ്ററി പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ കിങ് ആണെങ്കിൽ കിങ് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുക. സോ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ടെക്സ്റ്റിൽ മൊത്തമായിട്ട് പറയാനുള്ളത്, വൈ ദ സ്റ്റഡി ഓഫ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്, എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് പോയിന്റ്, വാട്ട് ആർ ദ മെയിൻ ക്രിറ്റിസിസം ഫേസ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പല വിമർശനങ്ങളും കേട്ടിട്ടുണ്ടാവും ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് വൺ, ദ ലിമിറ്റേഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിമിതികളും കൂടി നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ആദ്യം നമുക്ക് വാട്ട് ഈസ് മെൻ ബൈ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ തത്വശാസ്ത്രം ഇല്ലെങ്കിൽ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പറയാം. Many laws in the country are closely connected with certain values very dear to us. For instance, the discrimination on the basis of language, religion, color is prohibited. This law upholds the noble principle of equality. We value equality and so we frame such laws. Here we find connection between laws and moral principles. ഇത് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. എന്ത്, ഇക്വാലിറ്റി എന്നുള്ളത് നമ്മുടെ ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് അല്ലെ. എല്ലാവരും തുല്യമായിരിക്കുക, പാർഷ്യാലിറ്റി കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ്, അത് ഏറ്റവും ഒരു നമ്മുടെ വാല്യൂസ് സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പൊ വിചാരിക്കുക, നമ്മുടെ നാട്ടിൽ ഡിസ്ക്രിമിനേഷൻ ഒരു കുറ്റമാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരം ഒരാളെ ഭാഷയുടെയോ അല്ലെങ്കിൽ നിറത്തിൻ്റെയോ റിലീജിയൻ്റെയോ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കുറ്റമാണ്. ക്ലിയർ? ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഈ വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ തത്വങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കും ഓരോ ഫിലോസഫി ഉണ്ടല്ലേ, നമ്മളിപ്പോ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ടാവും. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലാവാം, എന്തിന്റെ രീതിയിൽ വേണമെങ്കിൽ ആവാം. നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ, ഇതൊക്കെ നമ്മുടെ ഫിലോസഫിയാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും അത്തരത്തിലുള്ള ഫിലോസഫികളുണ്ട്. അതാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. Our constitution is not just a collection of careless and unfeeling laws. It is, on other hand, a precious document based on a moral vision. We look upon the constitution as a document having a political philosophy. How can we develop this attitude towards the constitution? We should keep mind three important points. Okay. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഗ്രൂപ്പ് ഓഫ് ലോസ് അല്ല, കളക്ഷൻ ഓഫ് ലോസ് അല്ല. അതായത് ഒരു ഫീലിംഗും ഇല്ലാണ്ട് വെറുതെ എഴുതപ്പെട്ട കാര്യങ്ങളല്ല
ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. വെറും നിയമങ്ങൾ മാത്രമല്ല എന്താണ്, അതൊരു പ്രഷ്യസ് ഡോക്യുമെന്റ് ആണ്. വളരെ സുപ്രധാനമായിട്ടുള്ള, വളരെ അമൂല്യമായ ഒരു ഡോക്യുമെന്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതിന് അത്രയും വാല്യൂ ഉണ്ട് എന്നാണ്. ഓക്കെ, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്രമല്ല എന്താണ് പറയുന്നത്, മോറൽ വിഷൻ, നമുക്ക് ഓരോരുത്തർക്കും ഒരു മോറൽ വിഷനാണ് അത് തരുന്നത്. ഇല്ല, ഇപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമുക്ക് ഇത്രയും അവകാശങ്ങൾ ഉണ്ടോ, അതുവഴി നമ്മൾക്ക് എത്ര സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത്, ഇക്വാലിറ്റി എത്രയാണ് കിട്ടുന്നത്, നമ്മുടെ റിലീജിയൻ, നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ പിന്തുടരാനുള്ള നമ്മുടെ അവകാശം, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചു മേടിക്കാനുള്ള അധികാരം, അതൊക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വെറും ഒരു ഡോക്യുമെന്റ് അല്ല, ഇറ്റ് കണ്ടെയ്ൻസ് എ മോറൽ വിഷൻ. ക്ലിയർ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി പറയുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷനോട് നമുക്ക് പല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെ, പല മനോഭാവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഏത് പെർസ്പെക്റ്റീവിലാണോ കാണുന്നത്, അതിനെ കുറച്ചൊരു 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ ടേംസിൽ, ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, വി ഷുഡ് ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദ ഫുൾ മീനിങ് ഓഫ് സർട്ടൈൻ ടേംസ് യൂസ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ടേംസ്, അതെന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നതാണ് എക്സാമ്പിളായിട്ട് റൈറ്റ്സ്, സിറ്റിസൺഷിപ്പ്, മൈനോറിറ്റി, ഡെമോക്രസി എന്നൊക്കെയുള്ള ടേംസ്. അപ്പൊ ഡെമോക്രസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. മാത്രമല്ല അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്ന ആരാണ്, ജനങ്ങളാണ് അല്ലേ. അപ്പൊ ജനങ്ങളുടെ ആ വാല്യൂ, ദ പൊളിറ്റീഷ്യൻസ് റെസ്പെക്ട് അസ് അല്ലേ, ഗവൺമെന്റ് നമുക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. അതുപോലെ മൈനോറിറ്റി, പല രീതിയിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ റിലീജിയസ് മൈനോറിറ്റി ഉണ്ടാവാം, ലാംഗ്വേജ് മൈനോറിറ്റി ഉണ്ടാവാം, കാസ്റ്റ് മൈനോറിറ്റി ഉണ്ടാവാം, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ഉണ്ടാവാം, സോഷ്യൽ ക്ലാസ്സിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. സോ ഇതിനാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കുറവായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരെ കൂടുതലായിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മൈനോറിറ്റി എന്നുള്ള ടേമിന് ഇമ്പോർട്ടൻസ്. പിന്നെ സിറ്റിസൺഷിപ്പ്, പൗരനാണ് എന്നുള്ളത്, അതിപ്പോ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അല്ലെ, സിറ്റിസൺഷിപ്പ്. കാരണം ആരാണ് ഇന്ത്യൻ പൗരൻ എന്ന് തീരുമാനിക്കുന്നത് വലിയൊരു ചോദ്യമായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. പക്ഷെ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം എന്താണെന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുന്ന ഓരോരുത്തർക്കും സിറ്റിസൺഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. സിറ്റിസൺഷിപ്പ്, നമ്മൾ ജീവിക്കുന്ന മണ്ണിൽ നമ്മൾ അവിടുത്തെ പൗരന്മാരല്ല എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്, ഈ മണ്ണിൽ ജനിച്ച ആരും ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ആ സിറ്റിസൺഷിപ്പിലൂടെ കിട്ടുകയാണ്. അതുപോലെ റൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, റൈറ്റ്സ് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അല്ലാണ്ട് പലതരത്തിലുള്ള റൈറ്റുകളുണ്ട് നമുക്ക്. അതിനെക്കുറിച്ചുള്ള മീനിങ്, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല അപ്പോൾ മാത്രമാണ് നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ ആവുകയുള്ളൂ. We should have a clear idea about a society that will emerge on a proper interpretation of the key terms of the Constitution. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സൊസൈറ്റി ഈ ഐഡിയാസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ആ സമൂഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആരാണോ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്ന സമൂഹം, അവരെ കുറിച്ച് കൂടുതലായിട്ട് നമുക്കും മനസ്സിലാക്കാൻ പറ്റും. We should have a clear idea about a society that will emerge proper interpretation of the key concepts in the of the constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ ടേംസുകളെ വളരെ മനസ്സിലാക്കുന്ന ഒരു സൊസൈറ്റീനെ മാത്രമേ എന്താവുള്ളൂ, അതൊരു ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. Third one, to justify the values embedded in the Constitution, we must read it along with the Constituent Assembly debates. We have to find a detailed justification for the values given in the Constitution. When the farmers of our Constitution tried to guide us in the set of values, they should have had correspondingly reasons for those values. But not all these values have been fully explained. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പലതരത്തിലുള്ള വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളത് ഡിബേറ്റുകളിലൂടെയും ഒക്കെ ആയിട്ട് അത് മനസ്സിലാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്.
We need this political philosophy approach to the constitution when we have to interpret the core values. Interpretations can be different from the different angles. Some of them may even manipulate our ideals to suit personal interest. This must be prevented at all cost. Differing interpretations have to be compared in the light of the constitution and its dictates. It is the constitution that proves an arbitrator when there is a conflict of interpretations. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന തത്വങ്ങൾ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഓരോ രീതിയിലായിരിക്കും, ഇല്ലെങ്കിൽ അവരവർക്ക് താല്പര്യമുള്ള രീതിയിലായിരിക്കും അത് മനസ്സിലാക്കുന്നുണ്ടാവുക അല്ലേ. ഇപ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്നത് പല രീതിയിൽ അതിനെക്കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാം അല്ലേ. നമുക്ക് ഇത്ര റൈറ്റേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം, അതുപോലാണ്ട് ഇത്ര റൈറ്റ് മതിയോ, ഇല്ലെങ്കിൽ ഇത് പോരെ, ഇങ്ങനെ, ഇല്ലെങ്കിൽ ഈ റൈറ്റുകൾ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക, ഇതൊന്നും നമ്മുടെ ബേസിക് കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇങ്ങനെ പല തിങ്കിങ് ഉണ്ടാവും. ഓരോ ആളുടെ പേഴ്സ്പെക്റ്റീവ്, ഓരോ ആളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച്, തിങ്കിങ്ങിനനുസരിച്ച് ഇൻ്റർപ്രിട്ടേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും, അത് മനസ്സിലാക്കുന്നത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അത് കറക്റ്റായിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് മീൻസ് ഡെമോക്രാറ്റിക് ട്രാൻസ്ഫോർമേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ മീൻ ഓഫ് ഡെമോക്രാറ്റിക് ട്രാൻസ്ഫോർമേഷൻ, ജനാധിപത്യത്തിൻ്റെ ഒരു മാറ്റം, ട്രാൻസ്ഫോർമേഷന് ഉള്ള ഒരു വഴിയായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കരുതുകയാണെങ്കിൽ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. We need the constitution to control the exercise of power. The nations today are very powerful. If these nations begin to abuse power, the common man will suffer. If power falls within the grip of a cruel person, the state can turn against the people. Prevent such abuse the power, we need to check to contain a evil tendency. Our constitution provides best methods to preventing governments or states from becoming despotic and tyrannical. അതായത് ഡെമോക്രാറ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളാണ് പോയിട്ട് ഭരിക്കുന്നത് അല്ലേ. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയാലും നമ്മുടെ മന്ത്രിമാരായാലും നമ്മുടെ MLA മാരായാലും നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരാളെ വളരെ മോശമായിട്ടുള്ള ഒരാളെയാണ് ജയിപ്പിക്കുന്നതെങ്കിൽ ആ രാജ്യം വളരെയധികം ബുദ്ധിമുട്ടും അല്ലേ. ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ചോളൂ, നമ്മൾ സെലക്ട് ചെയ്തു, ആ ആളാണെങ്കിൽ വളരെ മോശമായിട്ട് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാതെ വളരെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പൊ എന്താവും, ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്തുള്ള ജനങ്ങൾ ഒരുപാട് സഫർ ചെയ്യും അല്ലെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരു മാറ്റത്തെ തടയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരാളെ സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് മെത്തേഡ്, ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആളെ പുറത്താക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ജുഡീഷ്യറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചു അല്ലേ. ഇപ്പൊ ഒരു പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും ചൂസ് ചെയ്യുന്നതാണെങ്കിലും, അതുപോലെ ഇംപീച്ച്മെന്റ് എന്താണ്, ഇലക്ട്രൽ റിഫോംസ് എന്താണ്, ഇലക്ട്രൽ കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്താണ്, ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരാളിങ്ങനെ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ആ ആളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരമുണ്ട്. അതുവഴി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആൾക്കാരെ ചൂസ് ചെയ്യാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ഫോർ പ്രിവെന്റിങ് ഗവൺമെന്റ്സ് ഓർ സ്റ്റേറ്റ് ഫ്രം ബിക്കമിങ് എ ഡെസ്പോട്ടിക് ഓർ ടിറണിക്കൽ. ക്ലിയർ? വളരെ സിമ്പിൾ അല്ലേ. അടുത്തത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കംസ് ത്രൂ ദ വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഹാവ് ബീൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഫോർ എ ലോങ് ടൈം. നൗ വി എൻജോയ് റിയൽ എക്സസൈസ് ഓഫ് പൊളിറ്റിക്കൽ ഫ്രീഡം. അപ്പോൾ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുമ്പോഴാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനെ ശരിക്കും ഉപയോഗിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, രാജ്യത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അത് പൊളിറ്റിക്കലായാലും ഏത് രീതിയിലായാലും ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. ക്ലിയർ? അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല, അങ്ങനെയാവുമ്പോൾ എന്താവും, ഒരു സോഷ്യൽ ചേഞ്ചും ഉണ്ടാവില്ല. ഹിയർ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു, സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിലായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ എല്ലാം അവര് പറയുന്ന കേട്ട്, അതിനൊരു റൂൾ ബുക്കൊന്നും ഇല്ല അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ല അന്നത്തെ കാലത്ത്. അവർക്ക് ഇഷ്ടമുള്ള പോലെയായിരുന്നു അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴെന്താണ്, നമ്മൾ ശരിക്കും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. എങ്ങനെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾക്ക് കിട്ടുന്ന ആ വാല്യൂസ്, മോറൽസ് ആൻഡ് റൈറ്റ്സ്, മനസ്സിലായല്ലോ, ഇക്വാലിറ്റി,
all the things. Pandit Nehru was very clear about these points. He said that the demand for a constituent assembly was nothing but a collective demand for the self-government. Only an assembly of elected representative of Indian people had the right to frame Indian constitution, and this had to become done without any outside influence. ഇതിൽ നെഹ്റുവിന്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നെഹ്റു ആണ് ഒരു മുൻകൈ എടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്തുനിന്ന് ഒരാൾ എഴുതുന്നത് വേണ്ട, മനസ്സിലായല്ലോ. നമ്മുടെ രാജ്യത്തുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ കൂടിച്ചേർന്നിരുന്ന് മതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നത്. കാരണം ഔട്ട്സൈഡർ, ഇപ്പൊ ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ഒരാളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ബ്രിട്ടീഷ് ലോർഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് പ്രഭു വന്നിട്ട് നമ്മളിവിടുത്തെ വൈസ്രോയി വന്നിട്ട് എഴുതുകയാണെന്ന് വിചാരിച്ചോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അവരെപ്പോഴും അവരുടെ താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിക്കുള്ളൂ, നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യില്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരായിരിക്കണം എന്ന് നെഹ്റു വാദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസും അവിടെ ഉണ്ടാവില്ല. The Constituent Assembly was not a group of people, learned lawyers, rather than a nation on moving, throwing away the shell of its past political possibility social structure and fashioning itself by a new government of its own making. These beautiful words of Nehru clearly state that the Constituent Assembly was and what it wasn't. It was a nation on the move which had thrown away in its past political and social structures. It had so framed as break all the chains of tradition and social hierarchy to welcome new era of freedom, equality and justice. Nehru use of the phrase new garment aptly describes the change that come over the nation and in every field, and the new garment was made by the people of India without any outside influence. ഇവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ വസ്ത്രമാണ്, ഒരു പുതിയ ഗാർമെന്റ് ആണെന്ന് നെഹ്റു വിശേഷിപ്പിച്ചു. കാരണം എന്താണ്, അത്രയും കാലം ജനങ്ങൾ എന്താ അനുഭവിക്കുകയായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ദുരന്തം അനുഭവിക്കുകയായിരുന്നു. ഇനി ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെ ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനെ നെഹ്റു വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പറയാം വൈ ഡു വി നീഡ് ഗോ ബാക്ക് ടു ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക് പറയാം. A question is often asked, why should we go back to the Constituent Assembly? Why should political science students learn about the intentions and concerns about which framers of the Constitution had? Should they take into consideration the changes taking place, find new functions for the Constitution? The answer is clear no. There is a little difference between world of the framers of our Constitution and our own world. Our values, ideals and traditions remain the same. We have not broken away from the world of the Constituent Assembly. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാരെ കുറിച്ച് എന്തിനാണ് എല്ലാ തവണയും പറയുന്നത്? മാത്രമല്ല പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾ അത് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമായിട്ട് മാറുന്നത് എന്തുകൊണ്ടെന്നാണ് ഇവിടെ ഒരു ചോദ്യം. അപ്പൊ പറയാണ് അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല അതിന് വളരെയധികം വാല്യൂസ് ഉണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാരാണ് അതിന് ശരിക്കും അതിന്റെ വാല്യൂ, ഇമ്പോർട്ടൻസ് എല്ലാം കൊടുത്തത്. അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, റിച്ച് ആയിട്ടുള്ളവർക്ക് പ്രത്യേക നിയമവും പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക നിയമവും ഉണ്ടാക്കാം. പക്ഷെ അത് ചെയ്യാണ്ട് എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, ഒരേ വാല്യൂ ആണ്, ഒരേ സ്റ്റേറ്റസ് ആണെന്ന് കരുതി അവര് എല്ലാം ചെയ്തു. ക്ലിയർ? In times of trouble, we need to go back to Constituent Assembly in order to grasp the true value and meaning of the Constitution. When the times are good, everything seems to be on the right track. We have to trouble in going ahead. But when things go wrong and we have to forgotten the points underlying political practices, we really need to go back to the Constituent Assembly to remind ourselves the constitutional practices. അപ്പൊ നമ്മള് കാലങ്ങൾ പോകുന്തോറും നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിക്കാനൊക്കെ തുടങ്ങുമെന്ന് വിചാരിക്കാം. പൊളിറ്റീഷ്യൻസ് അവരുടെ ഇഷ്ടത്തിന് ഭരണം നടത്താണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ മറന്നു കളിക്കുമ്പോൾ വീണ്ടും ഒരു ഓർമ്മിപ്പിക്കലാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. The political philosophy of our constitution is thus committed with freedom, equality, social justice, national unity.
Below all these, an underlying emphasize peaceful democratic measures to put this philosophy into practice. അപ്പം നമ്മുടെ ഈ തത്വങ്ങൾ ശരിക്കും എന്താണ് ഒരു കറക്റ്റ് മെഷേഴ്സ് ആണ്, ഇല്ലെങ്കിൽ അതിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം, social justice, respect for diversity and minority rights, പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതൊക്കെ പറയുന്നത്. സെക്കുലറിസം, നാഷണൽ ഐഡന്റിറ്റി, ഫെഡറലിസം, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ പൊളിറ്റിക്കൽ ഫിലോസഫി ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ ഫിലോസഫി ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ് അതിൻ്റെ മലയാളം. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, നമ്മുടെ ജൈവ വൈവിധ്യം, നമ്മുടെ ആ ഒരു വൈവിധ്യവും അതുപോലെ മൈനോറിറ്റീസിന്റെ റൈറ്റ്സും റെസ്പെക്ട് ചെയ്യാന്നുള്ള കാര്യം. സെക്യുലറിസം മതേതരത്വം എന്ത് വേണമെങ്കിൽ പറയാം. അതുപോലെ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി, വോട്ടവകാശം. ഫെഡറലിസം നമ്മൾ ഓൾറെഡി പഠിച്ചു, ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാവും. നാഷണൽ ഐഡന്റിറ്റി, ഒരു ദേശീയ വ്യക്തിത്വം നമ്മൾ ദേശീയത എന്നുള്ള ഒരു ബോധം. ഓക്കെ, ഇനി ഈ ടേംസ് ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ ഫ്രീഡം. The idea of individual freedom did not come out like a miracle. Rather, it was a result of continuous intellectual political discussion stretched across a country. When a British Raj curtailed freedom of press in 19, C. Ram Mohan Roy protested. He demanded that the people should have a means of expressing their views. He wanted unlimited freedom of publication. Free press was our continuous demand. ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥമാണ്, അല്ലേ? അപ്പൊ നമ്മള് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ ജീവിക്കാൻ നമുക്കൊന്നിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് സി രാംമോഹൻ എന്ന് പറയുന്ന ആള്. സി രാംമോഹൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പ്രസ്സുകൾ പൂട്ടി. പ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പത്രങ്ങൾ അടിച്ചു വിൽക്കുന്ന, ന്യൂസ് പേപ്പേഴ്സ് വിൽക്കുന്ന അങ്ങനെയുള്ള പ്രിന്റിംഗ് യൂണിറ്റുകളായിരുന്നു പ്രസ് എന്നറിയപ്പെടുന്നത്. ഈ പ്രസ്സുകൾ എന്ത് ചെയ്തു, പൂട്ടി. എന്ത് കാരണം കൊണ്ടായിരിക്കും വെച്ച് കഴിഞ്ഞാല്, മിക്കവാറും ഈ നാട്ടിലെ ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പറഞ്ഞിരിക്കാം, എഴുതിയിട്ടുണ്ടാവാം. അപ്പൊ അത് ഇനി വേണ്ടാന്ന് പറഞ്ഞു അവര് പ്രസ് പൂട്ടി. അതോടുകൂടി തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ വ്യൂസ്, അവരുടെ ഒപ്പീനിയൻസ് ഒന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതുവഴി രാംമോഹൻ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. എന്തിനുള്ള? റൈറ്റ് ടു എക്സ്പ്രസ് ദെയർ ഫീലിങ്സ് ആൻഡ് ദെയർ വ്യൂസ്. അവരുടെ വ്യൂസ് എന്താണോ അവർക്ക് പറയാനുള്ളത് ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് വളരെയധികം ആവശ്യപ്പെട്ടു. ഓക്കെ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. The notorious Rowlatt Act denied freedom from arbitrary arrest. Next was the freedom of conscience. The Constitution provides all these forms of liberty. The strong liberal character of our Constitution was result of our bitter experience under the British Raj. ബ്രിട്ടീഷ് രാജ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം എന്നുള്ള അർത്ഥമാണ് കേട്ടാ. ഇപ്പൊ പോലീസ് രാജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോലീസുകാർ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനെ പോലീസ് രാജ് എന്ന് പറയും, പോലീസ് ഭരണം എന്നുള്ള രീതിയിൽ. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിലുള്ളതിനാണ് ബ്രിട്ടീഷ് രാജ് എന്ന് പറയുന്നത്. അപ്പൊ റോലൈറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ട് വഴി ജനങ്ങളെ എപ്പോ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ, ബ്രിട്ടീഷുകാർക്ക് എപ്പോ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ആരും ചോദിക്കാൻ വരില്ല. അപ്പൊ അങ്ങനെയുള്ളത് എന്ത് ചെയ്യും, നമ്മുടെ ഫ്രീഡം, നമ്മുടെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ എല്ലാത്തെയും ഹനിക്കും. അതുവഴി എന്താവും, നമുക്ക് ലിബർട്ടി, സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാര്യം ഇല്ലാണ്ടാവും. ഓക്കെ, അങ്ങനെ ഈ ഒരു കാര്യം, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാനുള്ള കാരണം തന്നെ നമ്മുടെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മൾ അനുഭവിച്ച വേദനകളും സഹനങ്ങളും ഒക്കെ ആയിരുന്നു. Indian Constitution has a very strong character. For 40 years before the adoption of Constitution was a resolution, bill or report of the Indian National Congress referred to individual rights and non-negotiable value. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 40 വർഷങ്ങളായിട്ടും ഇതേ വാല്യൂസും കൊണ്ടാണ് പോകുന്നത്. കാരണം എന്താണ്, അതിനത്രയും വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നത്. അടുത്തത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി എന്നുള്ള കാര്യം. Our Constitution has also provision for social justice and community values. Our idea of liberalism is always linked with the social justice.
It provides for reservation for the scheduled caste and scheduled tribes to do away with the old age injustice suffered by the SC/STs. Granting right of equality alone won't suffice. The makers of our constitution were far sighted through enough to understand this. The special measures were introduced to ensure the progress of the SC/STs. That's how the constitution provided reservation of seats for the legislature and jobs and public sector. അതായത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, വളരെ അറിവുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലായിടത്തും ജോലി കിട്ടുമെന്ന് വിചാരിക്കാം. വളരെ റിച്ചാണ്, അവരുടെ കയ്യിൽ പൈസയുണ്ട്, അവരിഷ്ടമുള്ള പോലെ അവർക്ക് വേണ്ട കോഴ്സുകൾ എടുത്ത് പഠിച്ച് ജോലിയിൽ കയറുന്നു. ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ, SC/ST വിഭാഗം, അതുപോലെ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെങ്ങനെയാണ് ജീവിക്കുക? ഇവരെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യൂ, ഗവൺമെന്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അവരെന്ത് ചെയ്തു, SC/ST, ആദിവാസി, ദളിത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉന്നമനത്തിനായിട്ട്, അവരുടെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇവർക്ക് റിസർവേഷൻ വെച്ചു. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് വേണ്ടി സീറ്റുകൾ സംവരണം ചെയ്യുക എന്ന് പറയും. ഇപ്പൊ ഒരു കോളേജിൽ അഡ്മിഷന് പോവുകയാണെങ്കിൽ അവിടെ ഒരു 5 സീറ്റുകൾ വരെ, 5 തൊട്ട് 10 വരെ ടോട്ടൽ സീറ്റിന്റെ ഒരു നല്ലൊരു ശതമാനം, 10%, 20% SC/STക്ക് റിസർവ്ഡ് ആണ് എല്ലായിടത്തും. അതുപോലെ ജോബിലാണെങ്കിലും അവർക്ക് റിസർവേഷൻ ഉണ്ട്. ക്ലിയർ? ഇതെന്തിനാണ്? അവരുടെ ഒരു സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അവരെപ്പോഴും ഇങ്ങനെ താഴ്ന്നു കിടക്കേണ്ട ആൾക്കാരല്ല, അവർക്ക് മുന്നോട്ട് വരാനുള്ള അവകാശമുണ്ട്. അവരെയും കൂടി റൈറ്റ്സ് വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ എന്താണ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളത്. അടുത്തത് റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്. റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്. നമ്മൾ ഡൈവേഴ്സിറ്റിനെ റെസ്പെക്ട് ചെയ്യണം, ഒപ്പം തന്നെ മൈനോറിറ്റികളുടെ റൈറ്റ്സിനെയും. Encouraging mutual respect between communities was a difficult task. As there were different castes in the country, they did not accept the idea of equality among the different classes. With regard to different religion, it was easy to spread the idea of equality between religions, but religious equality often led to unhealthy rivalry among the different religious communities. The framers of constitution had tough time in making religious communities liberal in their approach and to develop a sense of healthy respect for the different communities. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ രാജ്യം ഭയങ്കര ഡൈവേഴ്സ് ആണ് അല്ലെ. വ്യത്യസ്തതകളാണ് നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. വ്യത്യസ്തത പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇപ്പൊ കേരളത്തിൽ തന്നെ കാസർഗോഡ് തന്നെ എത്ര ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മലയാളം, കന്നഡ, തമിഴ്, തെലുഗു, ഹിന്ദി, ഉറുദു, മറാഠി, കൊങ്കണി തുടങ്ങിയ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കൂ, ഇന്ത്യയിൽ എത്രത്തോളം ഭാഷകളുണ്ട്. നമ്മുടെ നോട്ടിൽ തന്നെ 15 ഭാഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും വ്യത്യസ്തമാണ് നമ്മുടെ രാജ്യം അല്ലേ. അപ്പൊ മാത്രമല്ല, റിലീജിയൻ എത്ര റിലീജിയനാണ് നമ്മുടെ രാജ്യത്തുള്ളത്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിലീജിയണും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഐക്യം, ഒരു ഒത്തൊരുമ, ഒരു യൂണിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ച കാര്യമാണ് അല്ലെ. പരസ്പരം റെസ്പെക്ട് ചെയ്യാന്നുള്ളതല്ലാണ്ട് അവരെ എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ പോലും ഉണ്ടായത് എന്തിന്റെ ബേസിസിലാണ്? കാസ്റ്റ്, റിലീജിയന്റെ ബേസിസിലാണ്. അപ്പൊ അതൊക്കെ കാരണം നമ്മുടെ രാജ്യത്ത് റിലീജിയൻ എന്നുള്ളത് ഒരു ടോപ്പിക് വളരെ സെൻസിറ്റീവ് ആണ്. നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എപ്പോഴും ഒരു പേടിയാണ് അല്ലെ. എപ്പോ വേണമെങ്കിൽ ഒരു വർഗീയ ലഹള ഉണ്ടാവാം. സോ അപ്പൊ അതിൽ ഡിസിഷൻ എടുക്കുന്നത് വളരെയധികം ഒരു ഡിഫിക്കൾട്ട് ജോബായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയവർക്ക്. ഇതിന് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണോ, ലിബറലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഫ്രീഡത്തോടെ ഒരു സ്വതന്ത്ര ചിന്താഗതി ഉണ്ടാവുന്നത് വളരെ ആവശ്യമാണ്. ഓക്കെ, if we were to follow some Western constitutions, this would have been easy, but not so with our constitution. Western constitution do not recognize communities at all. In India, people belong to different cultural communities. Each of them have its own values, traditions, customs, and language. Our country is a land of multiple cultural communities. In our country, we have several languages and religion.
The constitution has to see the no individual community, religious or cultural, wielded more power and influence over the others. So the constitution provides for community rights. അതായത് ഇപ്പൊ നമ്മള് ഒരു വെസ്റ്റേൺ, ഇപ്പൊ നോക്കിക്കോളൂ, വത്തിക്കാൻ എന്നുള്ളത് ഒരു കൺട്രിയാണ് വത്തിക്കാൻ. ഓക്കെ, അവിടുത്തെ റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ആണ്, ക്രിസ്ത്യൻസ് ആണ്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി ആണ് അവരുടെ റിലീജിയൻ. ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല, ഇവിടുത്തെ റിലീജിയൻ ഇന്നതാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ വിഭാഗത്തിലെ ആളുകൾ കൂടുതലായിട്ടുള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ അവിടെ ആ ഒരു റിലീജിയൻ മാത്രം ഉള്ളതുകൊണ്ട് വത്തിക്കാനിൽ ക്രിസ്ത്യാനിറ്റി എന്ന് എഴുതി. അതുപോലെ ഇന്ത്യയിൽ എഴുതാൻ ഒരിക്കലും പറ്റില്ല. ക്ലിയർ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നമ്മുടേത് വളരെ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ പരസ്പര ബഹുമാനവും ഇത് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം. റിലീജിയസ് കമ്മ്യൂണിറ്റീസ് എൻജോയ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് റൺ ദെയർ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. This shows our constitution does not look at religion as private matter alone. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റൈറ്റ് ടു റിലീജിയൻ ഉണ്ടല്ലേ? ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 25 to 28. അപ്പൊ ഇതിലെന്താണ് പറയുന്നത്? ഈ 4 ആർട്ടിക്കിളിലും കൂടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് നമ്മുടെ റിലീജിയന്റെ ബിൽഡിങ്സോ ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം അടക്കം നമുക്ക് ഈ ആർട്ടിക്കിൾ 25 to 28 തരുന്നുണ്ട്. അതുവഴി ഈ ഒരു റിലീജിയസ് മാറ്റർ വെറും ഒരു പ്രൈവറ്റ് മാറ്ററായി കാണാണ്ട് ഒരു ഒരു വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ റിലീജിയനും അവരിൽ വിശ്വസിക്കാം, അവർക്ക് താല്പര്യമുള്ളത് വിശ്വസിക്കാം എന്നുള്ളതിന് ഒരു വേറൊരു വേ ഓഫ് ലെവല് തന്നെ സെറ്റ് ചെയ്യാണ് ഇതുവഴി ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്യുലറിസം, അതുപോലെ റൈറ്റ് ടു റിലീജിയസ് ഗ്രൂപ്പ്, അതുപോലെ ഫെഡറലിസം, നാഷണൽ ഐഡന്റിറ്റി, അഡൾട്ട് ഫ്രാഞ്ചൈസ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.